തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബ്രിട്ടന്റെ യുദ്ധവിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തു. ഇന്ധനം കുറവായതിനാലാണ് A-35 വിമാനത്തിന് അടിയന്തര ലാൻഡിങ്ങിന് പ്രതിരോധ വകുപ്പ് അനുമതി നൽകിയത്. പൈലറ്റ് മാത്രമാണ് വിമാനത്തിൽ ഉള്ളത്. ഇന്നലെ രാത്രിയാണ് വിമാനം അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത്. സമുദ്രതീരത്ത് നിന്ന് 100 നോട്ടിക്കൽ മൈൽ അകലെയുള്ള പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിന് കടൽ പ്രക്ഷുബ്ധമായതിനാൽ തിരികെ ഇറക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് വട്ടമിട്ട് പറന്ന വിമാനം പലതവണ കപ്പലിൽ ലാൻഡിങ്ങിന് ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. ഇതോടെ വിമാനത്തിൽ ഇന്ധനം കുറഞ്ഞു. ഈ സാഹചര്യത്തിൽ അടിയന്തര ലാൻഡിങ്ങിന് ഇന്ത്യൻ നാവികസേനയുടെ അനുമതി തേടുകയായിരുന്നു. പ്രതിരോധ വകുപ്പിന്റെ അനുമതി ലഭിച്ച സാഹചര്യത്തിലാണ് ഏറ്റവും അടുത്ത തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനം ഇറക്കിയത്. അടിയന്തര ലാൻഡിംഗ് സംബന്ധിച്ച നടപടിക്രമങ്ങൾ ഇന്ത്യൻ വ്യോമസേനയാണ് പൂർത്തിയാക്കിയത്. ഇന്നലെ രാത്രി 9:30 വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തത്. ലാൻഡിങ്ങിനായി എമർജൻസി സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. ഇമിഗ്രേഷൻ, എയർഫോഴ്സ് ക്ലിയറൻസിന് ശേഷം ഇന്ത്യൻ സൈന്യത്തിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാനാവൂ. വിമാനത്തിൽ വ്യോമ, കരസേന ഉദ്യോഗസ്ഥരുടെ പരിശോധനയും ഉണ്ടാകുമെന്ന് തിരുവനന്തപുരം വിമാനത്താവളം അധികൃതർ അറിയിച്ചു. ഡൊമസ്റ്റിക് ബേയിലാണ് വിമാനം ഇപ്പോഴുള്ളത്. പ്രതിരോധ വകുപ്പിന്റെ നടപടികൾക്ക് ശേഷം മാത്രമേ വിമാനം തിരിച്ചുവിട്ടയക്കൂ.